കാടിനുള്ളിലൊരു വലിയ ഗ്രാമം, അവിടെയുള്ളൊരു വലിയ വെള്ളച്ചാട്ടം. സ്ഥലം ഏതാണെന്നറിയട്ടെ? വടാട്ടുപാറ. കോതമംഗലത്ത് വരുമ്പോൾ ഭൂവത്തങ്ങട്ട് ഡാമുണ്ടാവും. അവിടെ നിന്നും 9 കിലോമീറ്റർ വനത്തിലൂടെയുള്ള യാത്ര കഴിഞ്ഞിട്ടാണ് വടാട്ടുപാറ എത്തുന്നത്. അവിടെ നിന്നും 1.5 കിലോമീറ്റർ മാത്രമുള്ളൂ ഈ ഒരു സ്പോട്ടിലേക്ക് വരാൻ. അവിടെ ചെന്ന ശേഷം 30 രൂപ കൊടുത്ത് കാറ് പാർക്ക് ചെയ്തു. ഈ 30 രൂപയിൽ തന്നെ നമുക്ക് ടോയ്ലറ്റും യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ മുന്നോട്ട് നടന്നു എന്നപ്പോഴാണ് ആ വലിയ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ. അത് നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത മാത്രമായിരുന്നു കുറേ സമയത്തേക്ക്. ഇനി കാണാൻ പോകുന്ന കാഴ്ചകളാണ് വടാട്ടുപാറയിലെ സൗന്ദര്യം, വടാട്ടുപാറയിലെ വെള്ളച്ചാട്ടം. അതിനു മുന്നേ വലിയൊരു താഴ്വാരത്തിനടിയിൽ വെള്ളം കുടിക്കാൻ വന്ന കൊമ്പന്മാരെ പോലെ 3 താർ ജീപ്പുകൾ കണ്ടു, ഇഷ്ടമായി. നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മളവിടെ അടുക്കുന്തോറും കുറേ അധികം കല്ലുകൾ കാണാൻ പറ്റും. ആ കല്ലുകൾ ഓരോന്നും നമ്മളോട് എന്തൊക്കെയോ കഥകൾ പറയാനുള്ള പോലെയൊക്കെ തോന്നും. ഓണത്തിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലൂടെ ഫെൻസിങ് പോകുന്നുണ്ട്. കണ്ണിന് കാണാവുന്നതാണ് കമ്പിയെങ്കിലും ഒരു നിമിഷത്തെ അശ്രദ്ധ പ്രശ്നമാവും, ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് വടാട്ടുപാറയിലെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വളരെ സേഫായിട്ട് നിന്ന് കുളിക്കാം. ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ കാഴ്ചകളെന്ന് കണ്ടിട്ടില്ല. അത്ര സേഫായിരിക്കും എന്ന് തോന്നുന്നില്ല. അവിടുത്തെ അതിമനോഹരമായ ആ ലാൻഡ്സ്കേപ്പും ആ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞാൻ തിരിച്ച് പോകാനൊരുങ്ങി. തിരിച്ചു കയറുന്ന വഴിയെ ആ പഴയ ചിന്ത വീണ്ടും തിരിച്ചു കയറി വന്നു. എന്തിനും 30 രൂപ കൊടുത്ത് അവിടെ പാർക്ക് ചെയ്തു, പകരം ഈ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. ഇവിടെ നിന്നും പോകുന്ന വഴിയിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ഓരോ ഇടവഴികളും സ്ട്രെയിറ്റ് ആയിരിക്കും. വലിയ വലിയ സ്ട്രെയിറ്റ്, ചിലപ്പോൾ 1 കിലോമീറ്റർ വരെ നീളമുള്ള സ്ട്രെയിറ്റ് ആയിരിക്കും. ഈ ഒരു മലയോര പ്രദേശങ്ങളിൽ ഇതുപോലത്തെ വഴികൾ ഭയങ്കര ആശ്ചര്യമായിരിക്കും. നേരെ വടാട്ടുപാറയിലെത്തി. അവിടുന്ന് ഗൗരി ഹോട്ടലിൽ കയറി ചോറുണ്ട്. ഓണം ആയതുകൊണ്ടാണോ എന്നറിയില്ല, 7 കൂട്ടം കറികളുമായിട്ടായിരുന്നു ചോറ്. അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഇഞ്ചിക്കറിയായിരുന്നു. ചെറു ചൂടുള്ള ആ ഇഞ്ചിക്കറി നല്ല ടേസ്റ്റായിട്ട് തോന്നി. എന്തായാലും അവിടുത്തെ ഊണ് പാസ്സാക്കിയ ശേഷം നേരെ വീട്ടിലേക്ക്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.